rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a crater when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റായി ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഫീൽഡ് നമ്മൾ നോക്കുന്നത് സബ് ടോട്ടലാണ്. ഓക്കെ, ഈ സബ് ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സബ് ടോട്ടലിനോട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി പ്രൈസ് ആണ് സബ് ടോട്ടലായിട്ട് കാണിക്കേണ്ടത്. ഇപ്പം നമ്മൾ വെറുതെ പ്രൈസാണ് ഇട്ടേക്കുന്നത്, അത് ഞാൻ അന്നേരം മാറ്റാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ സബ് ടോട്ടൽ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ഓർഡേഡ് ഐറ്റത്തിനകത്ത് ഫീൽഡായിട്ട് കൊടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വേണം ചെയ്തു പോകാം. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഓർഡേഡ് ഐറ്റത്തിൽ തന്നെ നമുക്കവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു ഫീൽഡായിട്ട് കാണിക്കാം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഒരു പക്ഷേ ചേഞ്ച് ആവാം. ഇപ്പം യൂസർ ചിലപ്പോൾ ഒന്ന് ആദ്യം കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്തു, പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നീട് ആ കാർട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്രൈസ് ചേഞ്ച് ആവാം, അവൈലബിലിറ്റി ചേഞ്ച് ആവാം. അവൈലബിലിറ്റി ഇപ്പം നമ്മളൊരു കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പ്രൈസ് ചേഞ്ച് വരുന്ന സമയത്ത് അപ്പോഴത്തെ പ്രൈസ് ആയിരിക്കും ഇവിടെ കാണിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു DBയിൽ സേവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ടെംപ്ലേറ്റിൽ തന്നെ ഇത് കാണിക്കാം. ടെംപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക അല്ലേ. അതായത് നമുക്കിവിടെ ടെംപ്ലേറ്റിനകത്ത് കാർട്ട് കണ്ടെയ്നറിനകത്ത് ഇവിടെ നമ്മൾ ഐറ്റവും ക്വാണ്ടിറ്റി എല്ലാം എടുത്ത് വരുന്ന കൂട്ടത്തിൽ ഈ സബ് ടോട്ടൽ എന്നുള്ളിടത്ത് ഇവിടെ പ്രിൻ്റ് ചെയ്തെടുത്ത്, അതായത് ഐറ്റം പ്രൊഡക്റ്റ് ടൈറ്റിൽ ഇവിടെ കാണിക്കേണ്ടത് ശരിക്കും പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റിയാണ്. ഇതാണ് ഇവിടെ കാണിക്കേണ്ട സാധനം അല്ലേ. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് പ്രൈസ് ഇൻറ്റു കാർട്ട് ഐറ്റം ക്വാണ്ടിറ്റിയാണ് അവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ ഇട്ട് ജാങ്കോ ടെംപ്ലേറ്റിൽ വർക്കാവില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റം ടാഗ് എഴുതേണ്ടി വരും. ഓക്കെ, കസ്റ്റം ടാഗ് എഴുതുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രൊഡക്റ്റിനകത്ത് ടെംപ്ലേറ്റ് ടാഗ് എഴുതിയിരുന്നു പേജിനേഷൻ്റെ സമയത്ത്. അതേപോലെ തന്നെ നമുക്കിവിടെ മൾട്ടിപ്ലൈൻ്റെ കസ്റ്റം ടാഗ് എഴുതണം. അത് നമ്മൾ പ്രൊഡക്ട്സിൽ ചെയ്തിരിക്കുന്ന ആ ടെംപ്ലേറ്റ് ടാഗ് തന്നെ നമ്മൾ കോപ്പി എടുത്തു, ഇതിനകത്ത് പേസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇതിൽ ചങ്ക്സ് ഡോട്ട് py എന്ന് പകരം നമ്മൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കസ്റ്റം ടാഗ് എഴുതുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ഡോട്ട് py എന്ന് പറഞ്ഞൊരു ഫയൽ കൊടുത്തു. രജിസ്റ്റർ ഡോട്ട് ഫിൽട്ടർ എന്ന് വേണ്ട, അതിന് വരെ നമുക്കൊരു സിമ്പിൾ ടാഗ് മതി. നെയിം മൾട്ടിപ്ലൈ എന്ന് കൊടുത്തു. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ചങ്ക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതിയ പോലെ തന്നെ നമ്മളൊരു പുതിയൊരു ടാഗ് എഴുതുന്നു എന്ന് മാത്രം. മൾട്ടിപ്ലൈ രണ്ട് എലമെൻറ്റ് എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ A*B ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അതായത് മൾട്ടിപ്ലൈക്ക് വേണ്ടി നമ്മളൊരു ടാഗ് എഴുതുകയാണ് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഇതാണ്. ഓഡീജിനകത്ത് ടെംപ്ലേറ്റ് ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ നേരെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനകത്ത് മൾട്ടിപ്ലൈ ഡോട്ട് py ഉണ്ട്. ആ മൾട്ടിപ്ലൈ ഡോട്ട് pyക്കകത്ത് നമുക്ക് ഒരു ടാഗ് രജിസ്റ്റർ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേ കസ്റ്റം ഫിൽറ്റർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു സിമ്പിൾ ടാഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ടെംപ്ലേറ്റ് ലൈബ്രറി ലോഡ് ചെയ്യിച്ചു, ടെംപ്ലേറ്റ് ഡോട്ട് ലൈബ്രറി. അതിനുശേഷം ഒരു സിമ്പിൾ ടാഗ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിന് നെയിം ഈക്വൽ ടു മൾട്ടിപ്ലൈ. ഇവിടെ എന്താണോ നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡേറ്റയാണ്, ഇവിടെ എന്ത് നെയിമാണ് കൊടുക്കുന്നത് ആ നെയിമാണ് മൾട്ടിപ്ലൈ, അതാണ് നമ്മുടെ ടാഗായിട്ട് നമുക്ക് ലോഡ് ചെയ്യിക്കാൻ പറ്റുന്നത്. നേരെ നമ്മൾ പ്രൊഡക്റ്റ് ടെംപ്ലേറ്റ്സിലെത്തി കാർട്ട് കണ്ടെയ്നറിനകത്ത് വന്നു. ടെംപ്ലേറ്റ്സിൽ കാർട്ട് കണ്ടെയ്നറിനകത്ത് അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ടാഗ് ലോഡ് ചെയ്യണം, കസ്റ്റം ടാഗ് ലോഡ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ
ലോഡ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇപ്പം അതായത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ടാഗാണ് ഈ ലോഡ് മൾട്ടിപ്ലൈക്കകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് മാറ്റുന്നു, ഇതിനെ നമ്മുടെ ടാഗായിട്ട് മാറ്റുകയാണ്. മൾട്ടിപ്ലൈ കാർട്ട് ഐറ്റം പ്രൊഡക്റ്റ് പ്രൈസ്, കാർട്ട് ഐറ്റം ക്വാണ്ടിറ്റി കൊടുത്തു, സേവ് ചെയ്തു, റീലോഡ് ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ഈസ് നോട്ട് രജിസ്റ്റേർഡ്, അതായത് നമുക്ക് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുമായിരിക്കും. നമ്മൾ വീണ്ടും ഒന്നുകൂടെ റൺ കൊടുത്തു, പൈത്തൺ മാനേജർ.py റൺ സെർവർ കൊടുത്തു, റൺ ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ സബ് ടോട്ടൽ വന്നിട്ടുണ്ട് ഇവിടെ. അതായത് നമ്മുടെ മൾട്ടിപ്ലൈ ടാഗ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതെല്ലാം ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത പ്രൈസ് ആയിരിക്കും, ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത പ്രൈസ് ആയിരിക്കും സബ് ടോട്ടലായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, ഈ പ്രൈസ് എല്ലാം കുറച്ച് ഹൈ ആയിട്ടാണ് കിടക്കുന്നത്, അത് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത നമ്മൾ ടാക്സിൻ്റെ നീഡ് നമുക്കില്ല. ടാക്സ് അഥവാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ കസ്റ്റം ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരെണ്ണം ഇട്ട് ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. നമുക്ക് ടാക്സ് വേണ്ടതുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടാക്സ് ചെയ്യുന്നില്ല, അതിന് വരെ നമ്മളിനി സബ് ടോട്ടൽ, ഇത് സബ് ടോട്ടൽ എന്ന് വെച്ചാൽ ടോട്ടൽ. ഓക്കെ, ഈ ടോട്ടൽ വാല്യൂ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഈ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും, അതായത് ടോട്ടൽ വാല്യൂ ഉദ്ദേശിക്കുന്നത് ഈ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തേക്കുന്ന പ്രൈസ്, അതാണ് ഈ ടോട്ടലിനകത്ത് കാണിക്കുന്നത്. ഈ ടോട്ടൽ കാണിക്കണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ കസ്റ്റം ടാഗ് എഴുതേണ്ടി വരും. ഓക്കെ, ടോട്ടൽ കാൽക്കുലേഷന് വേണ്ടി ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കൂടെ പ്രൈസ് ആഡ് ചെയ്ത്, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുത്ത സബ് ടോട്ടലിൻ്റെ സമ്മിനെയാണ് നമ്മുടെ ഇവിടെ ടോട്ടലായിട്ട് കാണിക്കുന്നത്. അത് നമുക്ക് എടുക്കാം. നമുക്ക് പിന്നെ ടോട്ടൽ മതി, ഈ ടാക്സ് ഇത് എടുത്ത് കളഞ്ഞേക്കാം, എൻ്റെ ഒന്നും നീടില്ല. നേരെ നമ്മളിവിടെ എത്തി, ടാക്സിൻ്റെ സാധനം എടുത്ത് കളഞ്ഞു, ഒരു ടോട്ടലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ 2 റോ എടുത്ത് കളഞ്ഞു. ഓക്കെ, ടോട്ടൽ പ്രൈസ് എത്രയാണെന്നുള്ള സം ചെയ്ത് കാണിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ ടെംപ്ലേറ്റിലെത്തി, ടെംപ്ലേറ്റ്സിനകത്ത് പ്രൊഡക്റ്റ്, അതിനുവേണ്ടി നമ്മൾ നേരെ ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ് ടോട്ടലിനുള്ള കസ്റ്റം ടാഗ് എഴുതണം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഓഡീസിലെത്തി. ഓൾറെഡി നമ്മൾ ടെംപ്ലേറ്റ് ടാക്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് multiply.py എന്ന്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫോൾഡറോടെ ക്രിയേറ്റ് ചെയ്യുന്നു, subtotal.py അല്ലെങ്കിൽ ഗെറ്റ് ടോട്ടൽ എന്ന് കൊടുത്തേക്കാം, get total.py. ഓക്കെ, ഗെറ്റ് ടോട്ടലിനകത്ത് നമ്മളൊരു ഫങ്ഷൻ എഴുതി, ഗെറ്റ് ടോട്ടൽ, അത് തന്നെ നമ്മുടെ ടാഗായിട്ട് എഴുതി. അതായത് ഗെറ്റ് ടോട്ടലിനകത്ത് പക്ഷേ നമ്മൾ പാസ് ചെയ്യുന്നത് ടാഗ് നെയിമും ഗെറ്റ് ടോട്ടൽ എന്ന് തന്നെ മാറ്റി എഴുതി. ഗെറ്റ് ടോട്ടൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കാർട്ട് തന്നു കഴിഞ്ഞാൽ ആ കാർട്ടിൻ്റെ ടോട്ടൽ, അതായത് എല്ലാ ഐറ്റവും ക്വാണ്ടിറ്റിയും പ്രൈസും എല്ലാം സം ചെയ്ത് നമുക്കതിൻ്റെ ടോട്ടൽ സമ്മാണ് അവിടെ കാണേണ്ടത്. ഗെറ്റ് ടോട്ടലിൽ ആർഗ്യുമെൻ്റായിട്ട് കാർട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കാർട്ടിനകത്തുള്ള നമുക്ക് വേണ്ടത് കാർട്ടിനകത്തുള്ള ഐറ്റം ഗെറ്റ് ചെയ്യുക. കാർട്ട് ഐറ്റം ഫോർ ഐറ്റം ഇൻ കാർട്ട് ഡോട്ട്. ടെംപ്ലേറ്റിനകത്ത് നമുക്ക് സാധാരണ വ്യൂസിൽ ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് കാർട്ട് ഡോട്ട് ഓർഡേഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഡ് ഐറ്റംസ് കിട്ടും. ഡോട്ട് ഓൾ, ഓരോ ഐറ്റവും എടുക്കുന്നു, അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ നമ്മൾ 0 ആക്കി വെച്ചു. ഓരോ ഐറ്റവും എടുത്തു, അതിലെ ക്വാണ്ടിറ്റിയും പ്രൈസോടെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടലിലേക്ക് ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി സ്റ്റാർ ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ്. ഓക്കെ, അതായത് നമ്മുടെ
ഈ ഗെറ്റ് ടോട്ടലിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കാർട്ടാണ് പാസ് ചെയ്യുന്നത്. ആ കാർട്ട് ഡോട്ട് ഓർഡേഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി അതിൽ കിടക്കുന്ന ഓർഡേഡ് ഐറ്റം ഓരോന്ന് കിട്ടും. ഓർഡേഡ് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസോടെ കൂട്ടിയിട്ട് അത് ടോട്ടലിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ടോട്ടൽ റിട്ടേൺ ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ സം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഗെറ്റ് ടോട്ടൽ ടാഗ് നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് ലോഡ് ചെയ്യിക്കണം. നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഗെറ്റ് ടോട്ടലിലൂടെ ലോഡ് ചെയ്യിക്കാം. ഓക്കെ, ഗെറ്റ് ടോട്ടൽ ടാഗിന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് കാർട്ടാണ്. കാർട്ട് നേരെ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. കാർട്ട് ഒബ്ജക്റ്റ് നേരെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ ടാഗ് ഇടാനുള്ള സിമ്പിൾ ഇട്ടു, ഗെറ്റ് ടോട്ടൽ കാർട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ കാർട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. കാർട്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ ടോട്ടൽ സം ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഒന്ന് റീലോഡ് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, റിഫ്രഷ് ചെയ്യുക. ഓ, എന്തൊരു പ്രശ്നമുണ്ട്, അത് നമ്മളിവിടെ ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ടാഗ് ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ വരാത്തത് ഡോട്ട് ടാഗിന്. ഓക്കെ, ഇപ്പം നമ്മുടെ ടോട്ടൽ സമ്മ് ഇവിടെ കാണാം, 30,821. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഒന്നുമില്ല, നമ്മൾ സാധാരണ ഏത് ബാക്ക് എൻഡ് വ്യൂവിൽ ടെംപ്ലേറ്റ് കസ്റ്റം ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ പൈത്തണിൽ ഫംഗ്ഷൻ എഴുതുന്നത് അതേപോലെ തന്നെ നമുക്കങ്ങ് എഴുതിപ്പോയാൽ മതി. ആകെ ഇത്രയേ ഉള്ളൂ. ടെംപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റം ടെംപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെംപ്ലേറ്റ് ലൈബ്രറി ലോഡ് ചെയ്യിക്കുക. ലൈബ്രറി ലോഡ് ചെയ്തിട്ട് ടാഗ് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ആ ഫംഗ്ഷൻ ഏതാണോ പൈത്തണിൽ എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ എന്താണോ എഴുതുക. നമ്മൾ ആ പ്രൊജക്റ്റിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്താലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. മോഡൽസിൽ നിന്നുള്ള ഡേറ്റയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വേണേൽ യൂസ് ചെയ്യാം, ജാങ്കയുടെ ഫീച്ചറുകളൊക്കെ. പിന്നെ എന്താണോ റിട്ടേൺ ചെയ്യുക. ഇതാണ് കസ്റ്റം ടെംപ്ലേറ്റ് വർക്ക് ചെയ്യിക്കുന്നത്. കസ്റ്റം ടെംപ്ലേറ്റ് ടാഗ്സും ഫിൽറ്ററുകളും ഒക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അതായത് ഈ ഒരു ഐറ്റത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഇവിടുന്ന് റിമൂവ് ആയി പോകണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഉള്ളൊരു മെത്തേഡ് എഴുതുക. അതിനുവേണ്ടി നമ്മൾ നേരെ കാർട്ടിലെത്തി, ആദ്യം നമ്മൾ ടെംപ്ലേറ്റിലെത്തി. നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാം. അതായത് ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ട് ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ID പാസ് ചെയ്ത് യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ആവുകയും ഐറ്റം റിമൂവ് ആവുകയും ചെയ്യും. അതായത് ഇവിടെ പാസ് ചെയ്യേണ്ട ID എന്ന് പറയുന്നത് ആ ഓർഡേഡ് ഐറ്റത്തിൻ്റെ ID ആയിരിക്കണം. ആ ID ഗെറ്റ് ചെയ്തിട്ട് അത് അവിടെ വെച്ച് ഡിലീറ്റ് ചെയ്താൽ മതി. കാർട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് ID ആഡ് ചെയ്യാനുള്ള ഇത് കൊടുക്കാം, ഹൈപ്പർ ലിങ്ക്. റിമൂവിൻ്റെ അവിടെ വന്നു. ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കവിടെ ആദ്യം റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതണം. എന്നിട്ട് അതിൻ്റെ URL അവിടെ ഇടാം. റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷന് വേണ്ടി ഓഡീസിൽ വന്നു, യൂസിൽ വന്നു. ആഡ് ഐറ്റം പോലെ തന്നെ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതുവാണ്. റിമൂവ് ഐറ്റം ഫ്രം കാർട്ട്. ഓക്കെ, ആർഗ്യുമെൻ്റ് റിക്വസ്റ്റ് ഒപ്പം തന്നെ PK കൂടെ കൊടുക്കുന്നു. അല്ലെങ്കിൽ കാർട്ട് ഓർഡേഡ് ഐറ്റത്തിൻ്റെ പ്രൈം റിമൂവ് ആയിട്ട് PK തന്നെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ ആദ്യം നോക്കുന്നത് സെലക്റ്റഡ് ഐറ്റം അല്ലെങ്കിൽ ഓർഡേഡ് ഐറ്റം. ഏത് ഐറ്റമാണ്, അല്ലെങ്കിൽ ഐറ്റം എന്ന് കൊടുത്തേക്കാം. ഐറ്റം എന്ന് പറയുന്നത് ഓർഡേഡ് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഡോട്ട് PK = PK. അതായത് നമ്മുടെ ഓർഡേഡ് ഐറ്റം ഗെറ്റ് ചെയ്യുന്നു,
എന്നിട്ട് ആ ഐറ്റം അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഐറ്റം ഡോട്ട് ഡിലീറ്റ്. റിമൂവ് ഐറ്റത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓഡിയോയുടെ ഐറ്റം ഗെറ്റ് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ എഴുതിയേക്കാം, ഐറ്റം എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം. ഓക്കെ, എന്നിട്ട് ശേഷം കാർട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി റിമൂവ് ഐറ്റത്തിൻ്റെ URL കൊടുക്കാം. ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന പോലെ പാത്ത് റിമൂവ് ഐറ്റം എന്ന് കൊടുത്തേക്കാം. ഫങ്ഷൻ എന്ന് പറയുന്നത് വ്യൂസ് ഡോട്ട് റിമൂവ് ഐറ്റം ഫ്രം കാർട്ട്, നെയിമും റിമൂവ് ഐറ്റം കൊടുത്തേക്കാം. ഓക്കെ, റിമൂവ് ഐറ്റം വ്യൂസ് ഡോട്ട് റിമൂവ് ഐറ്റം ഫ്രം കാർട്ട്, നെയിം റിമൂവ് ഐറ്റം. കാർട്ട് കണ്ടെയ്നർ വന്നു. ഓക്കെ, ഈ കാർട്ട് കണ്ടെയ്നറിനകത്ത് നമ്മുടെ റിമൂവ് ഐറ്റത്തിൻ്റെ ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ URL ടാഗ് യൂസ് ചെയ്തിട്ട് URL ഓക്കെ, ഈ URL കൊടുക്കുന്നതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി, PK കൊടുത്തില്ല. ഓക്കെ, റിമൂവ് ഐറ്റത്തിന് പ്രൈമറി കീയുടെ കൊടുത്തു. കാർട്ട് കണ്ടെയ്നർ വന്നു. URL കാർട്ട് ഐറ്റം ഡോട്ട് ID. ഓക്കെ, അപ്പോൾ അതിനകത്ത് hrefനകത്ത് URLലൂടെ റിമൂവിനുള്ള URLലൂടെ പാസ് ചെയ്തു. URL അല്ല, റിമൂവ് ഐറ്റം കാർട്ട് ഐറ്റം ഡോട്ട് ID. റിമൂവ് ഐറ്റം എന്നല്ല അതിൻ്റെ പേര്. ഓക്കെ, URL റിമൂവ് ഐറ്റം കാർട്ട് ഐറ്റം ഡോട്ട് ID. റിഫ്രഷ് ചെയ്തു. ഓക്കെ, റിമൂവ് ഐറ്റം 3 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് 6 രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ഒരെണ്ണം റിമൂവ് ചെയ്യിച്ചേക്കാം. ഓക്കെ, റിമൂവ് ആയി. ഓക്കെ, ഇത് വേണ്ട നമുക്കപ്പോൾ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഇടുന്നുണ്ട്. കാർട്ട് ഒപ്പം തന്നെ കാർട്ട് ഡോട്ട് ആഡഡ് ഐറ്റംസ് ഡോട്ട് ഉള്ളൊരു കണ്ടീഷനിൽ മാത്രം മതി, അല്ലെങ്കിൽ കാർട്ട് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞ് കാണിച്ചേക്കാം. ഓക്കെ, കാർട്ട് ഈസ് എംപ്റ്റി. ഇവിടെ ഒരു ഡിസൈൻ പൊട്ടിയിട്ടുണ്ട്, അത് റെഡിയാക്കി ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ ആഡ് ടു കാർട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കാർട്ട് ടു കൺവേർഷനാണ്, അതായത് മീൻസ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാർട്ട് ആഡ് ഐറ്റംസായി കാർട്ട് ടു റിമൂവ് ചെയ്യാനുള്ളതായി, അതുപോലെ സബ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഇവിടെ കൺഫർമേഷൻ കൊടുക്കണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സബ്മിഷനിലേക്ക് പോകണം. ഇവിടെ നമുക്ക് ഈ കൺഫേം ബട്ടൺ ഒന്ന് ചേഞ്ച് വരുത്തേക്കാം. കൺഫേം ബട്ടൺ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തേക്കാം. കൺഫേം ബട്ടണ് നമ്മൾ ഇപ്പം കിടക്കുന്ന ക്ലാസ് കൊടുത്തേക്കാം. നമ്മൾ രജിസ്ട്രേഷനൊക്കെ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷനല്ല, ഓക്കെ, ഈ ആഡ് ടു കോട്ടിനൊക്കെ കൊടുത്തിരിക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസ് തന്നെ കൊടുത്തേക്കാം. ഓക്കെ, ക്ലാസ് ബട്ടൺ എന്ന് പറഞ്ഞ് അതിനൂടെ കൺഫേം ബട്ടണിലൂടെ കൊടുത്തേക്കാം. കൺഫേമിന് വരെ നമുക്ക് ചെക്കൗട്ട് എന്നെല്ലാം പേരും മാറ്റിയേക്കാം. അതിനുവേണ്ടി ടെംപ്ലേറ്റ്സിലെത്തി, കാർട്ട് കണ്ടെയ്നറിലെത്തി, താഴേക്ക് വന്നു,
കൺഫേമിൻ്റെ അവിടെ നമ്മൾ സബ്മിറ്റ് എന്നാക്കി. സബ്മിറ്റ് അല്ല, സോറി, ചെക്കൗട്ട് എന്ന് കൊടുത്തേക്കാം. ചെക്കൗട്ട് അല്ലെങ്കിൽ ചെക്കൗട്ട് എന്നാക്കി. ബട്ടൻ്റെ ക്ലാസ് BTN, അതായത് നമ്മൾ നേരത്തെ എല്ലാം കൊടുത്തിരുന്ന അതേ ക്ലാസ് തന്നെ ആക്കി. റിഫ്രഷ് എടുത്തു. ഓക്കെ, ഇപ്പം കുറച്ചുകൂടെ ഇതിപ്പം കൺഫേം ബട്ടണായി. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ചെക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചെക്കൗട്ട് ടൈമിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ അതുവരെ കാർട്ടിൽ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ആ കസ്റ്റമറിൻ്റെ ബാക്കിയുള്ള ഓർഡർ പ്രോസസ്ഡ് ആവുകയാണ്. അതായത് ആ ചെക്കൗട്ട് സ്റ്റാറ്റസിൽ കിടന്ന ഓർഡറിൻ്റെ സ്റ്റാറ്റസ് മാറി അത് നേരെ ഓർഡർ കൺഫേംഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ചെക്കൗട്ടിൻ്റെ സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനോട് ഇവിടെയാണ് വരുന്നത്. ചെക്കൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കസ്റ്റമറുടെ പേയ്മെൻറ്റ് പർച്ചേസിനുള്ള ഫീൽഡുണ്ട്. ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ സ്കിപ്പ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഈ ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പേയ്മെൻറ്റ് പ്രോസസ്സിൻ്റെ മൊഡ്യൂളിലൂടെ വരുന്നതാണ്. ഇപ്പോൾ ചെക്കൗട്ടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ കേസിൽ വരുന്നത് അടുത്തൊരു ഫോമിൽ വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെക്ഷനാണ്. നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യാത്തത് കൊണ്ട് നേരിട്ട് ചെക്കൗട്ടിലേക്ക് കിടക്കുവാണ്. അല്ലെങ്കിൽ ചെക്കൗട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ സാധാരണ ഇപ്പോൾ സ്ട്രൈപ്പോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന CCAvenue അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ സർവീസസുകളുണ്ടെങ്കിൽ ശരിക്കും ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്, അതായത് യൂസറിൻ്റെ പേയ്മെൻറ്റ് ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണോ അവരുടെ പേജിലായിരിക്കും നമ്മൾ പേ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ ഫൈനലി അവരൊരു പെയ്ഡ് ആണെങ്കിൽ അവരൊരു സ്റ്റാറ്റസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും, ട്രൂ ഫോൾസോ. ആ സ്റ്റാറ്റസോടെ കൂട്ടിയിട്ടായിരിക്കും നമ്മളിവിടെ ചെക്കൗട്ട് നടത്തേണ്ടത്. ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ നടത്താത്തതുകൊണ്ട് നേരിട്ട് ചെക്കൗട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓർഡർ സ്റ്റാറ്റസ് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. നേരെ നമ്മൾ വീണ്ടും കാർട്ടിലെത്തുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ കാർട്ട് ID വേണമെങ്കിൽ ഇൻപുട്ട് ഡേറ്റ ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ ആഡ് ടു കാർട്ടൊക്കെ ചെയ്ത പോലെ തന്നെ പുതിയൊരു ഫംഗ്ഷൻ എഴുതുന്നു, ചെക്കൗട്ട് എന്ന്. അതിനകത്ത് ഈ റിക്വസ്റ്റ് ആദ്യം കസ്റ്റമർ കാർട്ട് ഗെറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ആഡ് ടു കാർട്ടിന് വേണ്ടി പകരം ചെക്കൗട്ട് കാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെക്കൗട്ട് കാർട്ട് എന്ന് പറഞ്ഞ് ഒരു പേജ് എഴുതുന്നു, ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ചെക്കൗട്ട് കാർട്ട് ഒരു യൂസറെ ഗെറ്റ് ചെയ്യുന്നു, കസ്റ്റമർ പ്രൊഫൈൽ ഗെറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് ടോട്ടൽ മാത്രമായിരിക്കും നമ്മൾ ഫോമിൽ നിന്ന് ഇൻപുട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ടോട്ടൽ സമ്മ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മളൊന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു, ബാക്കിയൊന്നുമില്ല. അതിനുശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റഡ് അല്ല, കാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. ഓർഡർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓർഡർ ഒബ്ജക്റ്റ് ഇവിടെ കാർട്ടല്ല, ശരിക്കും ഒരു ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഓർഡർ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് തന്നെ കൊടുക്കണം. ഓണർ ഇത് ഓർഡർ സ്റ്റാറ്റസ് കാർട്ട് സ്റ്റേജ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഓർഡർ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓർഡർ കൺഫേംഡ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, അതായത് ഓർഡർ സ്റ്റാറ്റസ് ഓർഡർ കൺഫേംഡ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതായത് ഓർഡർ ഒബ്ജക്റ്റ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമായിരിക്കും, അതായത് ഈ കസ്റ്റമർക്ക് പർട്ടിക്കുലർ ഓർഡർ സ്റ്റാറ്റസ് ഉള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, ഓർഡർ കൺഫേംഡ് ആക്കി.
പിന്നെ ഓർഡർ OBJ ഒന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, അതിന് ശേഷം നമുക്ക് മെസ്സേജസ് ഒന്നിടാം. നമ്മൾ യൂസറിലൊക്കെ ചെയ്ത പോലെ ഓർഡർ പ്രോസസ്ഡ് ആയി എന്നൊരു മെസ്സേജ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ മെസ്സേജ് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു. സ്റ്റാറ്റസ് മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു. യുവർ ഓർഡർ ഈസ് പ്രോസസ്ഡ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു. എന്തായാലും യുവർ ഐറ്റംസ് വിൽ ബി ഡെലിവേർഡ് വിതിൻ 2 days എന്നോ എന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റാറ്റസ് മെസ്സേജ് കൊടുക്കുന്നു. അത് നമ്മുടെ മെസ്സേജിനകത്ത് മെസ്സേജ് ഡോട്ട് സക്സസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മെസ്സേജിനകത്തേക്ക് ഈ സ്റ്റാറ്റസ് മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഓർഡർ ഐറ്റം ഇതായി. ഓക്കെ, ഇൻ കേസ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആണെങ്കിൽ ഇതൊരു സാധനം നമുക്ക് ട്രൈ ക്യാച്ചിൽ കൊടുക്കാം. ഓക്കെ, ഈ ട്രൈ ക്യാച്ചിൽ നമ്മൾ ഇടുന്നു. ട്രൈ ക്യാച്ച് അല്ല, ട്രൈ എക്സെപ്റ്റിനകത്ത്, അതായത് ഓർഡർ OBJ ഉണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്യുന്നു, നമ്മുടെ സക്സസ് മെസ്സേജ് കാണിക്കുന്നു. ഇൻ കേസ് നമ്മൾ എൽസ് ആണെങ്കിലും ഒരു എറർ ഇട്ടേക്കാം. നോ ഐറ്റംസ് ഇൻ കാർട്ട് എന്ന് പറഞ്ഞ് ഒരു എറർ കൊടുത്തു. അൺഎബിൾ ടു പ്രൊസീഡ്, നോ ഐറ്റംസ് ഇൻ കാർട്ട് എന്ന് പറഞ്ഞ് ഞാനൊരു എറർ മെസ്സേജ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ സക്സസ് അല്ല, എറർ മെസ്സേജാണ് വരുന്നത്. സക്സസ്സിന് പകരം എറർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഈ ഇഫ് കണ്ടീഷനിൽ നമ്മൾ ഇഫ് എൽസ് അല്ലാതെ നമ്മൾ ട്രൈ എക്സെപ്റ്റിനകത്തും എന്തെങ്കിലും എക്സെപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു എററായിട്ട് അത് കാണിക്കുകയാണ്. എക്സെപ്ഷൻ ആസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിലും എന്തെങ്കിലും എറർ അടിച്ചു കഴിഞ്ഞാൽ ഇതേ എറർ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ശേഷം റീഡയറക്റ്റ് ടു ഹോം കൊടുത്തു. അതായത് കാർട്ടിലേക്ക് ഐറ്റംസ് ഏതാണോ കാർട്ടിലെ നമ്മളിപ്പോൾ ബൈ കൊടുക്കുന്ന സമയത്ത് എല്ലാം ചെക്കൗട്ട് ചെയ്യുന്നു. ചെക്കൗട്ട് ചെയ്ത് ഫൈനലി അതൊരു ഹോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഹോമിൽ ഓർഡർ ഐറ്റം സക്സസ് ആണെങ്കിൽ സക്സസിൻ്റെ മെസ്സേജ് കാണിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ കാണിക്കുന്നു, മെസ്സേജായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഹോമിൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കാർട്ടിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ മെസ്സേജ് കാണിച്ചാൽ മതി. ഓക്കെ, കാർട്ടിലേക്ക് തന്നെ റീഡയറക്ഷൻ കൊടുത്തു. നമ്മൾ റീഡയറക്റ്റ് കാർട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കാർട്ടിലെത്തുന്നു. കാർട്ടിൻ്റെ ടെംപ്ലേറ്റ്, കാർട്ട് കണ്ടെയ്നറിൻ്റെ ടെംപ്ലേറ്റ് പേജിലെത്തുന്നു. ഇവിടെ നമുക്ക് കാർട്ട് ഡോട്ട് HTML കാർട്ട് ഡോട്ട് HTML ഈ കാർട്ട് കണ്ടെയ്നറിനകത്ത്
ഓക്കെ, ഈ കണ്ടെയ്നർ പേജ് സ്മോൾ ഡോട്ട് കോഡ് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിൻ്റെ മുകളിലായിട്ട് മെസ്സേജസ് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ യൂസർ രജിസ്ട്രേഷനിലൊക്കെ ചെയ്ത അതേ കോഡ് തന്നെ നമ്മളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കാം. നേരെ നമ്മുടെ അക്കൗണ്ട് ബാനർ .html യൂസർ രജിസ്ട്രേഷനിൽ ടൈമിൽ നമ്മൾ മെസ്സേജ് എഴുതിയ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എഴുതാം. ഈ കോഡ് കോപ്പി എടുക്കുന്നു, നമ്മുടെ ടെംപ്ലേറ്റ്സിലെത്തി കാർട്ട് കണ്ടെയ്നറിനകത്ത് വന്നു. ഓക്കെ, ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് പുറത്ത് എഴുതാം, കാർട്ടിനകത്ത് എഴുതാം. കാർട്ട് കണ്ടെയ്നറിൻ്റെ ടെംപ്ലേറ്റിലല്ല, കാർട്ട് .html ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എഴുതുവാണ്. ഇഫ് മെസ്സേജസ് ആണെങ്കിൽ ഇവിടെ ഈ മെസ്സേജ് കണ്ടെയ്നറിൻ്റെ ക്ലാസ് വേണ്ട, വെറുതെ ജസ്റ്റ് റഫായിട്ട് കാണിച്ചത്. ഇപ്പം എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് കാണിക്കുന്നു. ഓക്കെ, എൽസ് ഈ പറയുന്ന കാർട്ട് കണ്ടെയ്നർ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, NDF കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ കാർട്ടിൻ്റെ കൺഫർമേഷൻ്റെ ഇതായി. ഇനി അടുത്ത് നമ്മൾ അതിന് കാർട്ടിൻ്റെ ഫോമിലേക്ക് പോകാം. കാർട്ട് കണ്ടെയ്നറിൻ്റെ ഫോമിലേക്ക് വരുന്നു. ഫോമിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടതെന്ന് നോക്കാം. കാർട്ട് കണ്ടെയ്നറിലെത്തി. ഓക്കെ, ഇവിടെ നമ്മുടെ ചെക്കൗട്ട് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മളൊരു ഫോം സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് കാർട്ട് സബ്മിഷന് വേണ്ടിയുള്ള ഒരു ഫോം ആഡ് ചെയ്യുന്നു. മെത്തേഡ് പോസ്റ്റ് ആക്ഷൻ നമ്മുടെ ചെക്കൗട്ടിനുള്ള URL നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ആ ചെക്കൗട്ടിനുള്ള URL ഒന്ന് ആഡ് ചെയ്തേക്കാം. അത് നേരെ നമ്മുടെ URLs പാറ്റേൺസിനകത്ത് ചെക്കൗട്ടിനുള്ള URL ആഡ് ചെയ്യുന്നു. ചെക്കൗട്ട് ജസ്റ്റ് ചെക്കൗട്ട് എന്ന് കൊടുത്തു. അതിൽ ചെക്കൗട്ട് കാർട്ട് എന്ന് കൊടുത്തു. നെയിം ചെക്കൗട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെംപ്ലേറ്റിലെത്തി. ടെംപ്ലേറ്റിൻ്റെ കാർട്ട് കണ്ടെയ്നറിനകത്ത് ഫോം ആക്ഷനായിട്ട് URL കൊടുക്കുകയാണ്. URL ടാഗ് ആഡ് ചെയ്തു. ഓക്കെ, ചെക്കൗട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. പാർട്ട് ഫോം ഡേറ്റ കൊടുത്തു. ഓക്കെ, ഫോം നേരെ നമ്മൾ ബട്ടണിന് താഴെ എൻഡ് ചെയ്യുന്നു. ഈ ഫോമിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഹിഡൻ ആയിട്ട് നമ്മുടെ ടോട്ടലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇൻപുട്ട് ഇട്ടിട്ട് സബ് ടോട്ടൽ മാത്രം. ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ, നെയിം, ടോട്ടൽ, വാല്യൂ ഈക്വൽ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഗെറ്റ് ടോട്ടൽ ഇത് തന്നെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നു. വാല്യൂ ആയിട്ട്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ക്ലോസ് ചെയ്യുന്നു.
ഓക്കെ, വ്യൂസ്.pyയിൽ നമ്മുടെ ചെക്കൗട്ട് കാർഡിനകത്ത് കസ്റ്റമർ ഗസ്റ്റ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻ്റല്ല, ഫ്ലോട്ടാണ്. നമ്മൾ ഫ്ലോട്ടാക്കിയേക്കുന്നത്, ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ടെംപ്ലേറ്റ്സിലെത്തി. ടെംപ്ലേറ്റ്സിൻ്റെ കണ്ടതിനകത്ത് കാർട്ട് വാല്യൂ ചെക്കൗട്ട് ബട്ടൺ വരെ. ഓക്കെ, ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് ആക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻ URL പറഞ്ഞ് ചെക്കൗട്ടിലേക്ക് പോകുന്നു. ഈ ചെക്കൗട്ടിൽ ഈ പറയുന്ന ഡേറ്റ പോസ്റ്റ് ചെയ്യുന്നു. യൂസറിൻ്റെ ഫോം സബ്മിറ്റ് ആകുന്നു. ഫോം സബ്മിറ്റ് ആയ ശേഷം ഇവൻ സക്സസ് ആണെങ്കിൽ നമ്മുടെ കാർട്ടിലേക്ക് വരും. കാർട്ടിൽ സക്സസ് മെസ്സേജ് കാണിക്കും. ഫെയിലർ ആണെങ്കിൽ ഫെയിലറിൻ്റെ മെസ്സേജ് കാണിക്കുന്നു. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് നേരെ കാർട്ട് കണ്ടെയ്നർ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, കാർട്ട് കണ്ടെയ്നറിൽ ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോമിൽ വാല്യൂ വന്നൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് വാല്യൂ താഴെ സബ്മിറ്റ് ബട്ടൻ്റെ അവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, നമ്മുടെ സബ്മിറ്റ് ബട്ടൻ്റെ അവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഈ ചെക്കൗട്ട് ബട്ടൻ്റെ അവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഫോമിലായെന്ന്. ഓക്കെ, അവിടെ ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ നെയിം ടോട്ടൽ വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഡേറ്റാസ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് നേരെ ചെക്കൗട്ടിലേക്ക് ഒന്ന് സബ്മിറ്റ് കൊടുക്കാം. ചെക്കൗട്ടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ CSRF വാല്യൂ ഇട്ടിട്ടില്ല, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഫോമിലേക്ക് വീണ്ടും തിരിച്ചുപോയി, കാർട്ട് കണ്ടെയ്നറിൽ തിരിച്ചുപോയി. കാർട്ട് കണ്ടെയ്നറിലേക്ക് തിരിച്ചു വരുന്നു. കാർട്ട് കണ്ടെയ്നറിനകത്ത് നമ്മൾ ഫോമിനകത്ത് CSRFൻ്റെ ടോക്കൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. CSRF_ടോക്കൺ ടാഗ് കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നേരെ ബാക്ക് പോയി നമ്മൾ റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ CSRF ടോക്കൺ വന്നിട്ടുണ്ടാവും. ഇനി നേരെ നമ്മൾ ചെക്കൗട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡിസൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. യുവർ ഓർഡർ ഈസ് പ്രോസസ്, പക്ഷേ കാർട്ട് കൺവേർട്ടായി. ഐറ്റം വിൽ ബി ഡെലിവേർഡ് വിത്തിൻ 2 days എന്ന് പറഞ്ഞു വന്നു. ഇനി നേരെ ഹോം എടുത്തു. ഇപ്പോൾ നമ്മൾ കാർട്ട് നോക്കിയാൽ കാർട്ട് എംറ്റി ആണ്. കാരണം ഓൾറെഡി കിടക്കുന്ന കാർട്ടിൽ ഐറ്റം ഓർഡറായിട്ട് മാറി. ഇനി പുതിയൊരു ഐറ്റം വേണേൽ ആഡ് ചെയ്യാം. ഓക്കെ, പുതിയ പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യുന്നു. ചെക്കൗട്ട് ചെയ്യുന്നു. ഓർഡർ ഈസ് പ്രോസസ്ഡ്, ഐറ്റം വിൽ ബി ഡെലിവേർഡ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട്. ലോഗ് ഔട്ട് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ വന്നോ എന്നുള്ളത് നമുക്ക് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ അഡ്മിനിൽ കയറി. അഡ്മിനകത്ത് നമ്മുടെ പക്ഷേ അഡ്മിനകത്ത് നമ്മുടെ ഓർഡർ ആഡ് ചെയ്തിടണം. ഓർഡർ മോഡൽ ആഡ് ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഓർഡറിൻ്റെ admin.py വന്നു. ഇതിനകത്ത് ഞാൻ മോഡൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് അഡ്മിനിൽ നമുക്ക് വ്യൂ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി കിടപ്പില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ഫ്രം ഓർഡേഴ്സ് ഇമ്പോർട്ട് ഓഡീസ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ഓർഡറും ഓർഡേഡ് ഐറ്റവും കിടക്കട്ടെ. അതിനുശേഷം അഡ്മിൻ സൈറ്റ് അതിൽ രജിസ്റ്റർ ചെയ്യുന്നു. admin.site.register ഓർഡർ കൊടുത്തു. നമ്മുടെ ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമുക്ക് ബാക്ക് ആൻഡ് അഡ്മിനിൽ കാണണം. അതിന് വേണ്ടിയാണ് നമ്മൾ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഓർഡറായിട്ട് വന്നു എന്നുള്ളത്. 1 2 3 4 5 6. ഓക്കെ, ലോഗിൻ കൊടുത്തു. ഓക്കെ, നമ്മൾ ഓർഡർ വന്നു. ഓർഡർ വന്നിട്ടുണ്ട്. ഡേറ്റാസ് എല്ലാം ഓർഡർ ഒബ്ജക്റ്റ് 4 എടുത്തു. ഇവിടെ ഓണറിൻ്റെ പേര്, ഇവിടെ ശരിക്കും കസ്റ്റമറുടെ പേര് കാണിക്കേണ്ടതാണല്ലോ. കാണിക്കുന്നത് നമുക്കിത് ഓക്കെ. ഓർഡർ പ്രോസസ്സിനകത്ത് കസ്റ്റമറുടെ പേര് വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ നേരെ ബാക്ക് ഇതിൽ പോയി ഓക്കെ. ഇവിടെ നമ്മൾ self.name റിട്ടേൺ ചെയ്യാനാണ് കൊടുത്തത്. പക്ഷെ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂസ്.pyക്കകത്ത് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ നെയിമിൽ വാല്യൂ സേവ് ചെയ്തിട്ടില്ല, യൂസർ നെയിം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് പ്രോബ്ലം വന്നേക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ കസ്റ്റമറിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ യൂസർ നെയിം യൂസർ ഒബ്ജക്റ്റിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമറിനകത്ത് നെയിമിൽ കൊടുത്തിട്ടില്ല. നമുക്ക് തൽക്കാലം നമുക്കത് ഇങ്ങനെ വേണേൽ കൊടുക്കാം. നെയിം ഈസ് ഈക്വൽ ടു ആ ഫീൽഡിലൂടെ കൊടുക്കാം. ആ യൂസർ നെയിം തന്നെ ഇട്ടുകൊടുത്താൽ മതി, നമ്മൾ നെയിം ഇൻപുട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇപ്പം തൽക്കാലം നമുക്ക് ഈ കസ്റ്റമറിൽ തന്നെ, അതായത് ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇതൊരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രിംഗ് റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നതാണ്. ഈ സ്ട്രിംഗ് റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ അഡ്മിനിലൊക്കെ ഇതുപോലുള്ള റിലേറ്റഡ് ഫീൽഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം സെൽഫ് ഡോട്ട് യൂസർ നെയിം റിട്ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെയിമിൻ്റെ പ്രശ്നം വരും. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ ഏത് കസ്റ്റമറുടെയാണ് ഓർഡർ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓർഡർ ഒബ്ജക്റ്റ് നമുക്ക് കുറച്ചുകൂടെ ബാക്ക് എൻഡ് വിസിബിൾ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഓർഡറിൻ്റെ നമുക്ക് സ്ട്രിംഗ് റെപ്രസെൻറ്റേഷൻ ഒന്ന് മാറ്റാം. ഇപ്പോൾ ഇവിടെ നേരെ ഓർഡർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, നമുക്ക് അതിന് വേറെ ഓർഡർ നമ്പറും ഓർഡർ ID കസ്റ്റമർ നെയിമും കൂടെ കൂട്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേഷനായിട്ട് മാറ്റാം. അതിന് വേണ്ടി നമ്മൾ ഓർഡറിനകത്ത് ഒരു മെത്തേഡ് എഴുതുക. മീൻസ് നമ്മുടെ ഈ മെത്തേഡ് ഒന്ന് ഓവർറൈഡ് ചെയ്യുവാണ്. ഇതിനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ജസ്റ്റ് ഓർഡർ, ഓക്കെ, ഓർഡർ ID, ഓക്കെ, ഓർഡർ ID വേണം, പിന്നെ കസ്റ്റമർ നെയിമും വേണം. ഇത്രയും കാര്യങ്ങൾ റിട്ടേൺ ചെയ്യിക്കാനാണ്. ഓക്കെ, ഇത് നമ്മുടെ പൈത്തൻ്റെ സ്ട്രിംഗ് ഫോർമാറ്റ് ചെയ്യാനുള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുള്ള അതൊക്കെ. ഇതിൽ നമ്മൾ സെൽഫ് ഡോട്ട് ID, അതായത് ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന വാല്യൂ, ഈ ഫോർമാറ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിലെ വാല്യൂ ഈ പറയുന്ന ബ്രാക്കറ്റിന് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സെൽഫ് ഡോട്ട് ID, അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് ഓൺ ഡോട്ട് യൂസർ ഡോട്ട്. ശരിക്കും നമുക്ക് ആ ഓൺ ഡോട്ട് നെയിം അവിടെ കൊടുത്താൽ മതിയായിരുന്നു. നെയിം ഇല്ലാത്തതുകൊണ്ട് യൂസർ ഡോട്ട് നെയിം ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നീട് അത് മാറ്റാം. ഓക്കെ, എന്നൊരു റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓർഡർ കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഹരിനാഥിൻ്റെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് നമുക്ക് യൂസർ നെയിം വെച്ചിട്ട് അറിയാൻ പറ്റും. ഞാനിത് യൂസർ നെയിം തന്നെ മാറ്റി വേണം, നമുക്ക് ഇത്രയും ലോങ് പോകണ്ടാത്തത്. ഓർഡർ ഡോട്ട് യൂസർ ഓണം ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ പുതിയ കസ്റ്റമൈസിനും നമുക്കപ്പം കറക്റ്റായിട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ആ നെയിം ഫീൽഡിൽ വാല്യൂ വരാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അടുത്ത ഒരു ഇഷ്യൂ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഇതുണ്ട്, ടോട്ടൽ പ്രൈസ് 0 ആയിട്ടാണ് വന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണ് നോക്കാം. നമ്മുടെ ഓർഡറിൻ്റെ ഓഡീസിനകത്തെത്തി അതിൽ യൂസ്റ്റോക്കി വേ വന്നു. നമ്മൾ ഓർഡർ ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഓഡീസിനകത്ത് യൂസ്റ്റോക്കി വേ വന്നു. നമ്മുടെ ചെക്കൗട്ട് കാർഡിലെത്തി. അപ്പോൾ ചെക്കൗട്ട് കാർഡിനകത്ത് നമ്മൾ ഗെറ്റ് ടോട്ടൽ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഗെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഗെറ്റ് ചെയ്യുന്ന വാല്യൂ. ഓക്കെ, നമ്മൾ ആ ഗെറ്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓർഡർ സ്റ്റാറ്റസ് മാത്രമേ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൂടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓർഡർ പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടലാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി സേവ് ചെയ്തു. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തു. ഓക്കെ, അക്കൗണ്ട് വന്നു. ഓക്കെ, നമുക്ക് വേറൊരു യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ കൊടുക്കുന്നു. പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നു.
ഓക്കെ, വേറെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് നോക്കുവാണ്. അഡ്മിൻ നമുക്ക് വേണമെങ്കിൽ വേറൊരു ബ്രൗസറിൽ എടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുക. ഞാൻ ഇപ്പോൾ ഇത് ലോഗൗട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ലോഗിൻ കൊടുത്തു. ഓർഡേഴ്സ് കയറി കണ്ടോ, ഓർഡർ 6 രാബിൾ വന്നിട്ടുണ്ട്. ഓർഡർ പ്രോസസ് ഡൗൺ ഇപ്പോഴും, ബട്ട് ടോട്ടൽ വാല്യൂ വന്നിട്ടില്ല. ഓക്കെ, ഓർഡർ 5 ടോട്ടൽ വാല്യൂ 3 ഫ്ലൈറ്റ്സ്. ഇപ്പം നമ്മുടെ ടോട്ടൽ ഓക്കെയാണ്. ഓക്കെ, അതായത് എത്രയാണോ ടോട്ടൽ എമൗണ്ട് അത് വന്നിട്ടുണ്ട്. ഇതാണ് പ്രോസസ്ഡ് ഓർഡർ. ഓക്കെ, ഇപ്പം നമ്മൾ കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്യാനും അതുപോലെ ആഡ് ചെയ്ത ഐറ്റംസ് വെച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് യൂസറിൻ്റെ ഓർഡർ പേജ്, അതായത് അവർ ചെയ്ത ഓർഡേഴ്സ് കാണാൻ പറ്റണം. അതുപോലെ തന്നെ സ്റ്റാറ്റസുകൾ മാറുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റണം. മീൻസ് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് മാറുന്നതനുസരിച്ച് അറിയാൻ പറ്റണം. പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, ഇത്രയും കൂടെയുള്ളൂ നമ്മുടെ പ്രൊജക്റ്റ് തീരാനുള്ളൂ. അതോടെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം കഴിയും. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. ഓക്കെ.